നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂട്ട്സ്, നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കാലവർഷം ദുർബലം. ഇടുക്കി അണക്കെട്ടിൽ 20% വെള്ളം മാത്രം. കേരളം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക്. നാണ്യവിളകളുടെ വിലത്തകർച്ചയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. കൃഷിയെ മാത്രം ആശ്രയിക്കുന്നവരുടെ ജീവിതം ദുരിതപൂർണം. പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇരട്ടയാർ പട്ടയ സമരസമിതി പ്രക്ഷോഭത്തിലേക്ക്. 19-ാം തീയതി കട്ടപ്പന LA ഓഫീസ് മാർച്ച്. അടിമാലി ചൂരക്കെട്ടാൻകുടിയിൽ ആദിവാസികളുടെ കൃഷികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെട്ടിനശിപ്പിച്ചതായി പരാതി. വെട്ടിനശിപ്പിച്ചത് 40ഓളം റബ്ബർ മരങ്ങൾ. വാർത്തകൾ വിശദമായി. കാലവർഷം ദുർബലമായതോടെ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് താഴുന്നു. കാലവർഷം പകുതിയായിട്ടും ഇടുക്കി അണക്കെട്ടിൽ ആകെ സംഭരണശേഷിയുടെ 20% വെള്ളം മാത്രമാണുള്ളത്. കാലവർഷം ആരംഭിച്ചിട്ട് ഒരു മാസത്തിലേറെയായിട്ടും മഴ ശക്തമാകാത്തതാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നതിന് കാരണം. ഇപ്പോൾ അണക്കെട്ടിൽ ആകെ സംഭരണശേഷിയുടെ 20% വെള്ളം മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 28%. 6.51 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് കഴിഞ്ഞ ദിവസം ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയത്. നിലവിൽ 429 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം അണക്കെട്ടിലുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദനം തന്നെ വീണ്ടും പ്രതിസന്ധിയിലാകും. ശക്തമല്ലെങ്കിലും 1 മുതൽ 2 സെന്റിമീറ്റർ വരെ മഴ സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കാലവർഷം സജീവമായതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് വൈദ്യുതി വകുപ്പിന് അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്നത്. വേനൽക്കാലത്ത് ശരാശരി ഉപഭോഗം 75%. ഏപ്രിൽ മാസത്തിൽ ഇത് 80-നോടടുത്തു. ഇപ്പോൾ 65 ദശലക്ഷം യൂണിറ്റാണ് സംസ്ഥാനത്തെ ശരാശരി ഉപഭോഗം. ഇടുക്കി ഡാമിലെ 6 ജനറേറ്ററുകളിൽ 4 എണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത്. 2 എണ്ണം അറ്റകുറ്റപ്പണിയിലാണ്. ദിവസവും 3.96 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കാലവർഷത്തിന് മുമ്പ് 7 മുതൽ 8 വരെ ദശലക്ഷം യൂണിറ്റായിരുന്നു പ്രതിദിന ഉൽപ്പാദനം. നാണ്യവിളകളുടെ വിലത്തകർച്ചയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ഗ്രാമീണ മേഖലയെ പട്ടിണിയിലേക്ക് നയിക്കുന്നു. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന കർഷക കുടുംബങ്ങൾ ഇന്ന് ആശങ്ക നേരിടുകയാണ്. ഹൈറേഞ്ചിലെ പ്രധാന നാണ്യവിളകളായ ഏലം, കുരുമുളക്, കാപ്പി, റബ്ബർ, കൊക്കോ, ഗ്രാമ്പു, ജാതി എന്നിവയുടെ വിലത്തകർച്ച തുടരുകയാണ്. കാലാവസ്ഥാ മാറ്റം മൂലം ഉൽപാദനത്തിൽ വൻ കുറവ് നേരിടുമ്പോഴും വിലത്തകർച്ച കുടുംബ ബജറ്റുകൾ താളം തെറ്റിച്ചു. 700 രൂപയോടടുത്ത് വിലയുണ്ടായിരുന്ന കുരുമുളകിന്റെ വില 480 കുറഞ്ഞു. 1500 രൂപ വിലയുണ്ടായിരുന്ന ഏലത്തിന്റെ വില 1000-ൽ താഴെയാണിപ്പോൾ. 140 രൂപ വിലയുണ്ടായിരുന്ന റബ്ബറിന്റെ വില 105 താഴ്ന്നു. ജാതിക്കായുടെ വില 280-ൽ നിന്ന് 200-ലേക്കും ജാതിപത്രിയുടെ വില 1100-ൽ നിന്നും 500-ലേക്കും കൂപ്പുകുത്തി. ഉള്ള സമയത്ത് 650 രൂപ 670 രൂപ എന്ന കുരുമുളകിന്റെ വില ഇപ്പം 485 രൂപയാണ്. ഗ്രാമ്പുവിന്റെ വില 680 രൂപ ഉൽപ്പാദനം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന വില ഇപ്പം 580 രൂപ വന്നിക്കുകയാണ്. ജാതിക്ക 280 രൂപയായിരുന്ന ജാതിക്കയുടെ വില ഇപ്പം 150 രൂപ 170 രൂപയാണ്. റബ്ബർ 140 രൂപ എന്ന റബ്ബറിന്റെ വില ഇപ്പം 100 രൂപ. ഹൈറേഞ്ചിലെ ജനങ്ങളുടെ നിത്യ വരുമാനമാർഗമായിരുന്ന കൊക്കോയുടെ വില 63 രൂപയിൽ നിന്നും നേർ പകുതിയായി കുറഞ്ഞു. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരുകയാണ്. കാലാവസ്ഥാ മാറ്റം മൂലം നാണ്യവിളകളുടെ ഉൽപ്പാദനത്തിലും വൻ ഇടിവുണ്ടായി. കാർഷിക വായ്പകളെടുത്ത് പ്രതീക്ഷയോടെ നാണ്യവിള കൃഷികൾ വിപുലമാക്കിയ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഏലം, കുരുമുളക് എന്നീ വിളകൾക്കുണ്ടായ വിലത്തകർച്ച തൊഴിലാളികളെയും ബാധിച്ചു. കൃഷി ലാഭകരമല്ലാത്തതിനാൽ വിളകളുടെ പരിപാലന ചെലവ് കുറയ്ക്കാൻ കർഷകർ നിർബന്ധിതരായതോടെ തൊഴിലാളികൾക്കും ജോലിയില്ലാതെയായി. പട്ടയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇരട്ടയാർ പട്ടയ സമരസമിതി പ്രക്ഷോഭത്തിലേക്ക്. പട്ടയ സമരസമിതിയുടെ നേതൃത്വത്തിൽ 19-ാം തീയതി കട്ടപ്പന LA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇരട്ടയാർ പഞ്ചായത്തിലെ 10 ചെയിൻ മേഖലയിലെയും ഉപേക്ഷിക്കപ്പെട്ട പെരിഞ്ചാകുട്ടി പദ്ധതി പ്രദേശത്തും പട്ടയം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും പട്ടയ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാറി മാറി വന്ന സർക്കാരുകളോടെല്ലാം ഇക്കാര്യത്തിനുവേണ്ടി നിരന്തരം നിവേദനങ്ങൾ നൽകുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ. ഇപ്പോഴത്തെ ഗവൺമെന്റ് പട്ടയ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങി
പട്ടയ നടപടികൾ മന്ദീഭവിക്കാതിരിക്കാനും ഡിസംബറിൽ ഗവൺമെന്റ് നടത്തുന്ന പട്ടയമേളയിൽ ഈ മേഖലയിലുള്ള ആളുകൾക്ക് കൂടി പട്ടയം ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായ സമരപരിപാടികൾക്കാണ് ഇരട്ടയാർ പഞ്ചായത്ത് പട്ടയ സമരസമിതി രൂപം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 19-ാം തീയതി ബുധനാഴ്ച കട്ടപ്പന LA ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. ഇരട്ടയാറിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച്, അതായത് അയ്യപ്പൻകോവില്, ഉപ്പുതറ, കാഞ്ചിയാർ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഇരട്ടയാറിലെ 10 ചെയിൻ എന്ന് പറയുമ്പോൾ ഇരട്ടയാറിലുള്ളത് ഒരു ഡൈവേർഷൻ ഡാം മാത്രമാണ്. അതായത് അവിടെ നിന്ന് ഉള്ള വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടയാറിലെ 10 ചെയിൻ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇരട്ടയാർ 10 ചെയിൻ മേഖലയിൽ അടിയന്തരമായി പട്ടയ നടപടികൾ പൂർത്തീകരിച്ച് പട്ടയം ഉടനടി ലഭ്യമാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ സമയത്ത് ബുധനാഴ്ച രാവിലെ 19-ാം തീയതി രാവിലെ 9:30 മണിക്ക് ഇരട്ടയാറ്റിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും രാഷ്ട്രീയ കക്ഷി നേതാക്കളോട് കൂടി ഇരട്ടയാറ്റിൽ നിന്നും 9:30 കട്ടപ്പനയിലേക്ക് മാർച്ചും അതിനുശേഷം കട്ടപ്പന LA ഓഫീസിന്റെ അവിടെ ഒരു ധർണയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു സൂചന സമരമാണ്. ഇതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ ഇരട്ടയാറ്റിൽ കർഷകരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ബൃഹത്തായ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. 50 വർഷത്തിലേറെയായി ഇരട്ടയാർ 10 ചെയിൻ മേഖലയിൽ കുടിയേറിപ്പാർത്ത കർഷകരാണ് പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. 10 ചെയിൻ വിഷയത്തെ സംബന്ധിച്ച് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് ഇരട്ടയാറിലെ സാഹചര്യം. ഇടുക്കി ഡാമിലേക്ക് വെള്ളമെത്തിക്കാനുള്ള ഡൈവർഷൻ ഡാമാണ് ഇരട്ടയാറിലുള്ളത്. അതിനാൽ നിലവിലെ ജണ്ട മുതലുള്ള മുഴുവൻ കർഷകർക്കും എത്രയും വേഗം പട്ടയം നൽകണമെന്നും ഇരട്ടയാർ പഞ്ചായത്ത് പട്ടയ സമരസമിതി ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിയമ്മ ജോസഫ്, വൈസ് പ്രസിഡന്റ് റജിയിൽ പുലിക്കാട്ട്, ജിൻസൺ വർക്കി, OT ജോൺ, ജോസുകുട്ടി അരിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിവിളകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെട്ടി നശിപ്പിച്ചതായി പരാതി. അടിമാലി ചോരക്കട്ടാൻകുടിയിൽ ആദിവാസി സെറ്റിൽമെന്റ് ഭൂമിയിൽ നിന്നിരുന്ന 40ഓളം റബ്ബർ മരങ്ങൾ വനംവകുപ്പ് വെട്ടിമാറ്റിയതായാണ് പരാതി ഉയരുന്നത്. വർഷങ്ങളായി ആദിവാസികൾ കൃഷി ചെയ്തിരുന്ന ഭൂമിയാണ് ഇപ്പോൾ വനഭൂമിയാണെന്ന അവകാശവാദവുമായി വനം വകുപ്പ് രംഗത്തു വന്നിരിക്കുന്നത്. ചോരകെട്ടാൻകുടിയിലെ കാമാക്ഷി തങ്കച്ചന്റെ ഭൂമിയിലെ റബ്ബർ മരങ്ങളാണ് വനം വകുപ്പ് വെട്ടിമാറ്റിയത്. ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി തൈ വെച്ച് തന്നതാണ്. ഞങ്ങൾ 4 വർഷം മുന്നമാണ് തൈ വെച്ചത്. ഇപ്പോൾ പുതിയതായിട്ട് അതിൻ്റെ തൊട്ട് മേളിൽ തൈ വയ്ക്കുവാൻ എൻ്റെ പറമ്പിൽ 2 നിര തൈ വെട്ടുവാൻ കൂടെ ചെയ്തു. ആ സാർ പറഞ്ഞു, പണിയാനിറങ്ങിയപ്പോൾ പറഞ്ഞു കൈവശരേഖ കാണിച്ചാൽ മാത്രമേ ആ സ്ഥലം അവർക്ക് ഞങ്ങൾ അത് കയ്യേറാതിരിക്കുകയുള്ളൂ. ഈ ഓടി ചെന്നിട്ട് കൈവശരേഖ ചോദിച്ചാൽ ഞങ്ങൾ എവിടുന്ന് കാണിച്ചു കൊടുക്കും? അത് ഈ സാറ് അറിഞ്ഞു വെച്ചാണ് ഡിപ്യൂട്ടി സാർ അങ്ങനെ ഞങ്ങളോട് ചെയ്യുന്നത്. സാർ പുറംപോക്കൊക്കെ എന്തോ ഒരു സ്ഥലം വിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ വെച്ചേക്കണ റബ്ബർത്തെ അവർ അറിയാതെ എന്താണേലും 4 വർഷമേ അവർ അറിഞ്ഞു വെച്ച് തന്നെ ഈ റബ്ബർത്തെ ഇവിടെ വെച്ചത്. വനാതിർത്തിയിൽ പണ്ടുമുതലേ ഒരു ജണ്ടയുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയ ജണ്ട കെട്ടി തിരിച്ച് ഇവരുടെ ഭൂമി വനഭൂമിയിൽ ഉൾപ്പെടുത്താനാണ് വനം വകുപ്പിന്റെ ശ്രമം. 2006 ശേഷം വനവാസ നിയമപ്രകാരം ആദിവാസികൾക്ക് ഇവിടെ കൃഷി ചെയ്യാനുള്ള അനുവാദം ഗവൺമെന്റിന് കിട്ടുകയും ആ സ്ഥലം ഇപ്പോൾ നിലവിൽ ഫോറസ്റ്റുകാർ പറയുന്നു ഫോറസ്റ്റുകാരുടെ സ്ഥലമാണെന്ന് പറയുന്നു. അത് നിയമപരമായി അന്വേഷിക്കുകയും ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ഒരു ഗണ്യമായ ഒരു അന്വേഷണം നടത്തി ഇവർക്ക് ഇവരുടെ സ്ഥലം കൈവശം കൊടുക്കണമെന്നാണ് ഞങ്ങൾ അഭിപ്രായം പറയാനുള്ളത്. റബ്ബർ ബോർഡിന്റെ അനുമതിയോടെ നട്ടുവളർത്തിയ 4 വർഷം വളർച്ചയെത്തിയ 40ഓളം റബ്ബർ മരങ്ങളാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വനം വകുപ്പ് ജീവനക്കാർ വെട്ടിമാറ്റിയത്. ബാങ്കിന്റെ പേരിൽ ഫോണിൽ ATM കാർഡുകളുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തി ഹൈറേഞ്ചിൽ വ്യാപക തട്ടിപ്പ്. ഇതര സംസ്ഥാനത്തു നിന്നും എത്തുന്ന കോളുകളിൽ ബാങ്ക് ഉപഭോക്താക്കളിൽ നിന്നും രഹസ്യ കോഡുകൾ ചോർത്തിയെടുത്താണ് പണക്കവർച്ച നടത്തുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫോൺ കോളുകൾ വഴിയാണ് ATM വഴിയുള്ള പണം തട്ടിപ്പിന് കെണിയൊരുങ്ങുന്നത്. ഗുണഭോക്താക്കൾക്ക് അംഗത്വമുള്ള ബാങ്കുകളിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഫോൺ വിളിയിൽ ATM കാർഡിന്റെ നമ്പറും രഹസ്യ കോഡും ചോദിച്ചറിയുന്നു. പിന്നീട് തട്ടിപ്പ് സംഘം സമാനമായ കാർഡുകൾ നിർമ്മിച്ചാണ് ATMൽ നിന്നും വ്യാപകമായി പണം തട്ടുന്നത്. അടുത്തിടെ നിരവധി പേരുടെ അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിൽ പണം വ്യാപകമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പരാതികളാണ് ഹൈറേഞ്ച് മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടിമാലി SNDPO സ്കൂളിലെ ജീവനക്കാരനെ തട്ടിപ്പ് സംഘം ഫോണിൽ വിളിച്ച് ATM സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചുവെങ്കിലും തട്ടിപ്പ് ബോധ്യപ്പെട്ട ഇയാൾ ബാങ്കിനെ നേരിട്ട് സമീപിക്കുകയാണുണ്ടായത്. എന്റെ ഫോണിലേക്ക് അടിമാലി SBIയിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൺ വരികയുണ്ടായി. ATM കാർഡ് പുതുക്കുന്നതിലേക്കാണ്. കാർഡ് പുതുക്കുന്നതിന് വേണ്ടി വിളിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പേരാദ്യം ചോദിച്ചു.
അതിനുശേഷം കാർഡിന്റെ വാലിഡിറ്റി തീർന്നോ എന്ന് ചോദിച്ചു. തീർന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ 2/34 ആണ് എൻ്റെ കാർഡ് വാലിഡിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വാലിഡിറ്റി ഡേറ്റ് ഉണ്ട്, അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാർഡിലുള്ള ATM കാർഡിലുള്ള 4 അക്കം വീതമുള്ള 16 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞു. ഈ നമ്പർ ഞാൻ ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞു. കാരണം ബാങ്കിൽ നിന്ന് ഒരു കാരണവശാലും ATM കാർഡ് നമ്പർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പിൻ നമ്പറും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബാങ്കിൽ നിന്നല്ല ചോദിക്കുന്നത്, ബാങ്കുകാർ ചോദിക്കത്തില്ല ഇത് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ബാങ്കിൽ നിന്നാണ് തന്നെ ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാർഡ് നമ്പർ തന്നാൽ ഇപ്പോൾ ബാങ്കിൽ നിന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ആ മെസ്സേജ് വെച്ച് നിങ്ങളുടെ ഡേറ്റ് കൺഫേം ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ജെന്യൂൻ കോൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ജെന്യൂൻ കോൾ തന്നെയാണ്, നിങ്ങൾ ആ ATM കാർഡ് നമ്പർ തരൂ എന്ന് പറഞ്ഞു. ഞാൻ തരത്തില്ല, ഞാൻ ബാങ്കിൽ നേരിട്ട് വന്ന് തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഫോൺ കട്ടാവുകയാണ്. ഞാൻ തുറന്ന് അടിമാലി SBI ചെന്ന് മാനേജറെ കാണുകയും ഈ നമ്പർ കൊടുക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കോൾ ഉണ്ടായിട്ടില്ല എന്ന്. ATM കാർഡുള്ള ആളുകളുടെ വിവരങ്ങൾ, ഫോൺ നമ്പറുകളും ശേഖരിക്കുന്ന തട്ടിപ്പു സംഘം വ്യക്തികൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന രഹസ്യ നമ്പർ ചോദിച്ചറിയുന്നു. ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാവുന്നതിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. ബാങ്കുകളൊന്നും ഉപഭോക്താക്കളെ വിളിച്ച് ഒരിക്കലും ATM കാർഡിന്റെ വിവരങ്ങളോ മറ്റും അന്വേഷിക്കാറില്ലെന്നും ഫോണിലൂടെ വിവരങ്ങൾ ആർക്കും നൽകരുതെന്നും വിവിധ ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇടമലക്കുടിയുടെ പ്രവർത്തനങ്ങളിൽ വേഗത വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. മൂന്നാറിൽ നടന്ന സിറ്റിംഗിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ശോഭ കോശി ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഇടമലക്കുടിയിൽ വകുപ്പുകൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കണമെന്നും ഇല്ലാത്തപക്ഷം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നടപടി കൈക്കൊള്ളുമെന്ന് ചെയർപേഴ്സൺ ശോഭ കോശി പറഞ്ഞു. റോഡടക്കമുള്ള പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ വേഗത വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വികസനം യാഥാർത്ഥ്യമാക്കുവാൻ കഴിയില്ല. ചില കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി. അതിന്റെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഇപ്പം നടക്കത്തില്ല. പക്ഷേ ഈ സമയത്ത് കുറെ തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ ആളുകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാലും അതൊക്കെ ഒന്ന് ദൂരീകരിച്ച് തമ്മിൽ ഒരു യോജിച്ച ഒരു പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പെടുത്തു വെക്കുകയാണെങ്കിൽ മഴക്കാലം കഴിയുമ്പോഴെങ്കിലും ഇതിന് കുറച്ചുകൂടെ ഒരു സ്പീഡപ്പ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾക്കും നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലായി. ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനും കമ്മീഷൻ എന്തൊക്കെ ചേഞ്ച് ഏറ്റെടുക്കണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് എല്ലാ ബന്ധപ്പെട്ട ആൾക്കാരെയും വിളിച്ച് ഇവിടെ നടത്തിയത്. 10ാം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടികൾ പഠനം പാതിവഴിയിൽ നിർത്തിയതായി കമ്മീഷൻ കണ്ടെത്തി. കുട്ടികൾക്ക് വിദൂരങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുന്നതും താമസ സൗകര്യം യാഥാർത്ഥ്യമാക്കാത്തതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ കുട്ടികളുടെ വികസനത്തിനായി ചെയ്യുന്നുണ്ടെങ്കിലും റോഡിന്റെ പണികൾ പൂർത്തിയാക്കുന്നതിൽ കാലതാമസമെടുക്കുന്നത് തിരിച്ചടിയാണ്. രാവിലെ മൂന്നാർ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ അംഗം സിസ്റ്റർ ബിജി ജോസ്, ജില്ലാ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ ഓഫീസർ VA ഷംനാഥ്, ചൈൽഡ് ലൈൻ വെൽഫെയർ ചെയർമാൻ PG ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ടൈൽ വർക്കുകളിൽ അശാസ്ത്രീയത. മിനുസമേറിയ ടൈലിൽ ചവിട്ടി നിരവധി രോഗികളും ജീവനക്കാരും തെന്നി വീണിട്ടും പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ആശുപത്രി കെട്ടിടത്തിന്റെ മുകൾ നിലകളിലേക്ക് കയറിപ്പോകുന്ന ഭാഗങ്ങളിലെ ടൈൽ വർക്കുകളിലാണ് അശാസ്ത്രീയ നിർമ്മാണം നടന്നതായി ആക്ഷേപം ഉയരുന്നത്. രോഗികളെ സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ടുപോകുന്ന ഭാഗത്താണ് മിനുസമുള്ള ടൈൽ പതിച്ചിരിക്കുന്നത്. ഇതുമൂലം രോഗികളെ അത്യാഹിത വിഭാഗത്തിലേക്കോ വാർഡുകളിലേക്കോ ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്കോ കൊണ്ടുപോകുവാൻ സ്റ്റാഫുകൾ ബുദ്ധിമുട്ടുകയാണ്. മഴ പെയ്യുന്ന സമയങ്ങളിൽ ചാറ്റൽ മഴ അടിച്ചും മറ്റും ചെളിയാകുന്നതോടെ കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടുകയാണ്. കാലൊക്കെ നനഞ്ഞ് ചെരുപ്പ് നനഞ്ഞൊക്കെ വരുമ്പോഴാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ വളരെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഒത്തിരിയാണ്, ഏറെയാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് പ്രായ ആൾക്കൊക്കെ വരുമ്പോഴാണെങ്കിൽ അതിൽ ഏറെ പ്രശ്നമുണ്ടാവും. നടക്കാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. നിരവധി ആളുകൾ ഇതിനോടകം ഇവിടെ തെന്നി വീണിട്ടുമുണ്ട്. എന്നാൽ ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി സ്റ്റാഫ് സൂപ്രണ്ടിന് പരാതിയും നൽകിയിട്ടുണ്ട്. കട്ടപ്പന ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി മാറി. നിരവധി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡ് തകർന്നിട്ടും അധികൃതർ നിസ്സംഗത പാലിക്കുകയാണ്. കട്ടപ്പന ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി നിർമ്മിച്ച പള്ളിക്കവല ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. എറണാകുളം റൂട്ടിലേക്ക് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. കുട്ടികൾ നടന്നു പോകുമ്പോൾ ചെളി തെറിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാഹന ഉടമകൾക്ക് വണ്ടിയും കൊണ്ടൊന്നും ഇതുവഴി പോകാൻ മേലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുകയാണ്. എത്രയും വേഗം ഈ റോഡ് വീതി കൂട്ടി കട്ടറെല്ലാം നികത്തി നന്നായി പണിയണമെന്ന് ഞങ്ങൾ ഡ്രൈവേഴ്സ് ആവശ്യപ്പെടുന്നു. അറ്റകുറ്റപ്പണി നടത്താത്തതാണ് റോഡിൽ കുണ്ടും കുഴി ഉണ്ടാകാൻ കാരണം. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ
കടന്നുപോകുന്ന റോഡാണ് തകർന്ന് കുണ്ടും കുഴിയുമായി മാറിക്കിടക്കുന്നത്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ സ്കൂൾ കുട്ടികളടക്കമുള്ള കാൽനട യാത്രക്കാരുടെ മേൽ ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ്. റോഡിലെ കുഴിയിൽപ്പെട്ട് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട അവസ്ഥയാണെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. ഇടുക്കിക്കവല പള്ളിക്കവലയ്ക്ക് വന്ന ബൈപ്പാസ് റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പം ഇത് വണ്ടികൾ പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടും നാട്ടുകാർക്ക് നടന്നു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അധികാരികൾ എത്രയും വേഗം ഇത് കണ്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. എത്രയും വേഗം അധികൃതർ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി യാത്ര സുഗമമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം. അടിമാലി ഗ്രാമപഞ്ചായത്ത് വീണ്ടും മാലിന്യ കൂമ്പാരമാകുന്നു. ദേശീയപാത 85-ൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള റോഡിന്റെ വശങ്ങളിലാണ് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നത്. പകർച്ചപ്പനി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും അടിമാലി പഞ്ചായത്ത് പരിധിയിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പഞ്ചായത്ത് പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലവത്താകുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ദേവിയാർ പുഴയുടെ കൈവരികളിലും മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് എവിടെയും കാണാൻ കഴിയുന്നത്. ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി വിജയം കണ്ടില്ല എന്ന് കരുതേണ്ടി വരും. ആ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അവിടെ 500 ദിവസത്തിനുള്ളിൽ അടിമാലി പഞ്ചായത്തിൽ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങുമെന്ന ഒരു പ്രഖ്യാപനം നടത്തി. ഇന്ന് അതിലേറെ ദിവസങ്ങൾ കടന്നുപോയിട്ടും അതിനുവേണ്ടി ഒരു ചെറു വിനലാക്കുവാൻ പോലും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജനം ഫലവത്തല്ല എന്ന ആരോപണവുമായി CPM രംഗത്തെത്തി. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ നിയമസഹായ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിയമം സേവനമാണ്, താടനമല്ലെന്നും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു ഉപാധിയായി നിയമത്തെ കാണുകയും വായിക്കുകയും ചെയ്യണമെന്ന് നിയമസഭാ സ്പീക്കർ P. രാമകൃഷ്ണൻ പറഞ്ഞു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച സൗജന്യ നിയമസഹായ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താഴേക്കിടയിൽ ഉള്ളവരെ സഹായിക്കുവാനുള്ള ഉപാധികൾ സൂക്ഷ്മതയോടുകൂടി കാണേണ്ട രീതിയാണ് നിയമത്തിന്റെ വായനയിൽ നടക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനൊരു സമവായം ഉണ്ടാകും. ആ സമവായം ഉണ്ടായാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിയമങ്ങൾ നല്ല നിലയിൽ രൂപപ്പെടും. അതിന് ജുഡീഷ്യറിയുടെ പിന്തുണ. ജനാധിപത്യത്തിൽ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റുകൾ അത് നന്നായി നടപ്പിലാക്കും. നാലാം തൂണായ മാധ്യമങ്ങൾ അതിന്റെ കൂടെയുണ്ടാവും. അപ്പോൾ നിയമനിർമ്മാണ സഭ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മാധ്യമം, ഈ 4 തൂണുകളും കൂടി ഒരുമിച്ച് താങ്ങി നിർത്തുമ്പോൾ ആ നിയമം നാടിന്റെ തണലായിട്ട്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാൻ AM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ലീഗൽ സർവീസ് അതോറിറ്റി ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രഭാഷ് ലാൽ TP മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ബിജി, വൈസ് പ്രസിഡന്റ് കവിത സന്തോഷ്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PN സജികുമാർ, ശോഭ മനോജ്, ജോസ് ചെറിയാൻ, റോയി ജോൺ, ആനീസ് ബേബി, അഡ്വക്കേറ്റ് മനോജ് തോപ്പിൽ, TK ഷാജി, ജോർജ് തോമസ്, ബിനൂസ് കറിയ, അനീഫ അറയ്ക്കൽ, വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PK സതീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് ഹൈറേഞ്ചിലെ കൊച്ചു ചിത്രകാരി റോസ്മരിയയ്ക്ക് പുരസ്കാരം നൽകി അഭിനന്ദിച്ചു. ഉദ്ഘാടന യോഗത്തിൽ നിരവധി ആളുകൾ പങ്കാളികളായി. കട്ടപ്പനയിൽ റോഡിന്റെ കലുങ്ക് പൊളിച്ച് സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തിയതായി ആരോപണം. കട്ടപ്പന ഇടുക്കിക്കവലയിലാണ് അനധികൃത നിർമ്മാണം നടത്തിയത്. ഇടുക്കിക്കവലയിൽ സ്വകാര്യ ഹോട്ടലുടമയാണ് റോഡിനോട് ചേർന്നുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ കലുങ്ക് ഇന്നലെ രാത്രി പൊളിച്ചത്. ഇടുക്കിക്കവലയിൽ നിന്ന് വെള്ളം ബൈപ്പാസ് റോഡിലേക്ക് ഒഴുകുന്ന ഓടയ്ക്ക് മുകളിലെ കലുങ്കാണ് പൊളിച്ചു നീക്കിയത്. തുടർന്ന് ഇവിടെ ഇഷ്ടിക കൊണ്ട് കെട്ടി മുറിതിരിക്കുകയും ചെയ്തു. പൊളിച്ച കലുങ്ക് റോഡിനു താഴെ ചപ്പുചവറുകളിട്ട് മൂടിയിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകാൻ സൗകര്യപ്രദമായ രീതിയിൽ PWD നിർമ്മിച്ചിട്ടുള്ള കലുങ്ക് കെട്ടിയെടുത്ത് സ്വകാര്യ വ്യക്തി ഹോട്ടലും മറ്റ് ബിൽഡിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതിന് കട്ടപ്പന നഗരസഭയിലൂടെ ആരുടെയെങ്കിലുമൊക്കെ അറിവോ സമ്മതമോ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. വളരെ അടിയന്തരമായി ഇത് പൊളിച്ചു നീക്കി ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PWDക്കും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഞങ്ങൾ പരാതി നൽകും. ഇതിനു മുമ്പ് അനധികൃതമായ നിയമനം ഈ ഭാഗത്തുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുള്ളതാണ്. കലുങ്ക് പൊളിച്ചതിനെതിരെ സമീപമുള്ള ഡ്രൈവർമാരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പൊതുമരാമത്ത് വകുപ്പിന്റെ കലുങ്ക് പൊളിച്ചു നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും അറിയിച്ചു. ഇരട്ടിയാർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനീമ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ബ്ലോക്കിലെ ഇരട്ടിയാർ കൃഷിഭവന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന
നവോദയ എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിന് അനുവദിച്ച പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് ഇരട്ടയാർ നോർത്തിൽ നടന്നത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ AT തോമസ് 2017-2018 വർഷത്തേക്കുള്ള പദ്ധതി വിശദീകരണം നടത്തി. ഇരട്ടയാർ കൃഷി ഓഫീസർ പ്രിയ പീറ്റർ, ക്ലസ്റ്റർ പ്രസിഡന്റ് ഷാജി കല്ലോലിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജിമോൾ സജി, ക്ലസ്റ്റർ സെക്രട്ടറി തോമസ് പൗവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പനയിൽ പുതിയ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ബൊസാഡിന്റെ ആഭിമുഖ്യത്തിലാണ് സമീക്ഷ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചത്. കട്ടപ്പനയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ക്രിയാത്മക ഇടപെടലുകൾ നടത്താനും ആനുകാലിക പ്രശ്നങ്ങളിൽ സമർത്ഥമായ ഇടപെടലുകൾ നടത്താനും ബൗദ്ധിക മണ്ഡലത്തിൽ സാർത്ഥക പ്രവണതകൾ രൂപപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് സംഘടന രൂപീകരിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു. സംഘടനയുടെ ഉദ്ഘാടനം ഫാദർ ജോസ് ആന്റണി നിർവഹിച്ചു. എനിക്ക് തോന്നുന്നത് സമയം ഒത്തിരി ദൂരം പോയി ഇതിന്റെ ഉദ്ഘാടനം അതുമായിട്ട് നടത്തേണ്ട സമയം കഴിഞ്ഞുപോയി. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമുക്ക് അടുത്ത് വരുന്ന ഒരു പൊതു സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെങ്കിൽ, സമഭാവനയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മുടെ സാംസ്കാരിക ഉത്സവങ്ങളൊക്കെ നല്ലപോലെ ആഘോഷിക്കുക എന്നുള്ളതൊക്കെയാണ്. പ്രസിഡന്റായി ജോയി ആനിത്തോട്ടത്തെയും സെക്രട്ടറിയായി TS ബേബിയെയും തെരഞ്ഞെടുത്തു. സണ്ണി കലയത്തിനാലാണ് ട്രഷറർ. സംഘടനയുടെ അംഗത്വ വിതരണം TT ജോസഫിന് സർട്ടിഫിക്കറ്റ് നൽകി ഫാദർ ജോസ് ആന്റണി നിർവഹിച്ചു. ഫാദർ ജോസ് ആന്റണിയാണ് സമീക്ഷയുടെ രക്ഷാധികാരി. ഉദയഗിരി മേലെ കുപ്പച്ചാമ്പടി റോഡിൽ ഗർത്തം രൂപപ്പെട്ട് റോഡ് അപകടാവസ്ഥയിലായി. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. പ്രദേശവാസികളുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കുടിയേറ്റകാലം മുതലുള്ള ഉദയഗിരി മേലെ കുപ്പച്ചാമ്പടി ചെമ്പകപ്പാറ റോഡ് ഗതാഗതയോഗ്യമാക്കിയത്. എന്നാൽ 3 മാസങ്ങൾക്ക് മുമ്പ് കാര്യമറ്റം പടിക്കൽ രൂപപ്പെട്ട ഗർത്തം മൂലം റോഡിലൂടെയുള്ള വാഹന ഗതാഗതം അസാധ്യമായ അവസ്ഥയിലാണ്. 15 അടിയോളം വ്യാസവും 20 അടിയിലേറെ താഴ്ചയുമുള്ള ഗർത്തം അനുദിനം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ടാറിങ്ങിനോട് ചേർന്നുള്ള ഭാഗം ഇപ്പോൾ വൻ അപകടാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികളെ പ്രദേശവാസികൾ വിവരമറിയിച്ചെങ്കിലും റോഡിലെ അപകടാവസ്ഥ ഒഴിവാക്കുവാൻ ഇനിയും നടപടിയായില്ല. പഞ്ചായത്ത് മെമ്പറോടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടും എല്ലാം പറഞ്ഞാൽ സംഭവം മറ്റൊന്ന് വരാൻ നാളെ വരാമെന്ന് പറയാനല്ല, വരുന്നില്ല. ഓരോ ദിവസം ചെല്ലും കുഴി വലുതായിട്ട് വരികയും ചെയ്യും. റോഡ് പണിയിലെ അപകടമായി വന്നിരിക്കുന്നത്. കാരണം ഇത് കുഴി അടച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞത് ഈ കുഴി ഇങ്ങനെ അടച്ചാൽ വെള്ളം അല്ല മണ്ണ് നിൽക്കുകയില്ലാന്ന്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്നാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ഗർത്തം നികത്തുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ലോട്ടറി വ്യാപാരികൾക്കായി കട്ടപ്പന ഓഫീസിൽ ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ പഠന ക്ലാസ് നടത്തി. ക്ഷേമനിധി ബോർഡ് മെമ്പർ TB സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു. കാലോചിതമായി നമ്മൾ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വന്ന ഈ ടിക്കറ്റിന്റെ ചെറിയ ഈ പ്രശ്നങ്ങളെല്ലാം വളരെ വ്യക്തമായി ഗവൺമെന്റ് സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ രീതിയിലുള്ള നല്ല ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടിക്കറ്റുകൾ മൊത്തം അച്ചടിച്ചിട്ടുള്ളത്. ലോട്ടറി നമ്പറുകൾ തിരുത്തി വ്യാപാരികളെ കബളിപ്പിക്കുന്ന ഒരു സംഘം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തുന്ന നമ്പറുകൾ തിരിച്ചറിയാനുള്ള ലെൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠന ക്ലാസ് ചർച്ച ചെയ്തത്. പഠന ക്ലാസ്സിൽ അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ സെലീന കെ തോമസ് അധ്യക്ഷയായിരുന്നു. കേരള ലോട്ടറി വ്യാപാര സമിതി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് രമണൻ പടന്നയിൽ, ട്രേഡ് യൂണിയൻ നേതാക്കളായ MG ഉണ്ണികൃഷ്ണൻ, CK ദിവാകരൻ, ലോട്ടറി ജില്ലാ വെൽഫെയർ ഓഫീസർ പാത്തുമ്മ KM, ലോട്ടറി ക്ഷേമനിധി ഓഫീസർ ജോസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. എഴുകുംവയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മാലിന്യ വിമുക്ത പ്രതിജ്ഞയും പച്ചക്കറി വിത്ത് വിതരണവും നടത്തി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മാലിന്യ വിമുക്ത പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ സ്കൂളുകളിലും വിദ്യാർത്ഥികൾ മാലിന്യ വിമുക്ത പ്രതിജ്ഞയെടുത്തു. എഴുകുംവയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പ്രതിജ്ഞാ ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോണി പുതിയാപറമ്പിൽ നേതൃത്വം നൽകി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്തുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പുതുതായി ആരംഭിക്കുന്ന പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് എത്തിക്കുന്നതിനുള്ള സൌകര്യങ്ങളും ഏർപ്പെടുത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് തനൂജ, PTA ഭാരവാഹികൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയ്സൺ C. ജോൺ, അധ്യാപകരായ യശോധരൻ, ജെയ്സൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ലക്ഷങ്ങൾ മുടക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സ്ഥാപിച്ച നിയോൺ ലൈറ്റുകൾ മിഴിയടച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച 75ഓളം ലൈറ്റുകളാണ് മിഴിയടച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച 75ഓളം നിയോൺ ലൈറ്റുകളാണ് ലൈറ്റ് സ്ഥാപിച്ച് 2 മാസം തികയും മുമ്പ് മിഴിയടച്ചത്.
ആലപ്പുഴ മധുര ദേശീയപാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചുവട് റോഡിലെ ലൈറ്റുകളാണ് നോക്കുകുത്തിയായി നിൽക്കുന്നത്. ഇതോടെ രാത്രികാലങ്ങളിൽ അന്യസംസ്ഥാനത്തു നിന്നുമെത്തുന്ന വാഹനങ്ങൾ ദിശാസൂചിക ബോർഡുകൾ കാണുവാൻ സാധിക്കാതെ നട്ടം തിരിയുകയാണ്. ഇവിടെ ഈ ലൈറ്റ് വെച്ചിട്ട് ഒരു 20 ദിവസത്തോളമായി. 20 ദിവസമായിട്ട് ഈ ലൈറ്റ് ആകെപ്പാടെ തെളിഞ്ഞേക്കെന്ന് പറഞ്ഞാൽ 5 ദിവസമേ തെളിഞ്ഞിട്ടുള്ളൂ. നമുക്ക് രാത്രിയിലാണെങ്കിൽ നടന്നു പോകുന്ന യാത്രക്കാർക്കാണേലും വെട്ടമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തുകാർ വെച്ചിട്ട് ഈ എല്ലാ വാർഡിലും വെച്ചേക്കുന്ന ഒരു ലൈറ്റ് പോലും തെളിയുന്നില്ല. അപ്പൊ ഇതിന് അത് എന്താന്ന് വെച്ചാൽ ഒരു പോംവഴി കാണണം. കൂടാതെ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മോഷണ ശ്രമങ്ങളും സാമൂഹ്യവിരുദ്ധ ശല്യവും വർദ്ധിച്ചു. മിഴിയടച്ച നിയോൺ ലൈറ്റിന്റെയും ഹൈമാസ്റ്റ് ലൈറ്റിന്റെയും പേരിൽ പഞ്ചായത്ത് KSEBിക്ക് വൈദ്യുതി ചാർജ് ഇനത്തിൽ ലക്ഷങ്ങളാണ് നൽകുന്നത്. കട്ടപ്പന സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജിൽ ബാങ്ക് പരീക്ഷാ പരിശീലന സെമിനാർ നടന്നു. 2 ദിവസങ്ങളായി നടക്കുന്ന സെമിനാറിൽ ബാങ്കിംഗ് രംഗത്തെ വിദഗ്ധർ സെമിനാർ നയിക്കും. കേരളത്തിലെ പ്രമുഖ ബാങ്ക് കോച്ചിംഗ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് സ്റ്റഡീസ് പൊതുമേഖലാ ബാങ്കുകളിൽ ക്ലാർക്ക് PO ഉദ്യോഗം ആഗ്രഹിക്കുന്ന ബിരുദധാരികൾക്കായാണ് സൗജന്യ ബാങ്ക് പരീക്ഷാ പരിശീലന സെമിനാർ നടത്തിയത്. കട്ടപ്പന സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജിൽ വെച്ചായിരുന്നു 2 ദിവസങ്ങളിലായുള്ള സെമിനാർ നാളെ സമാപിക്കും. ബാങ്കിംഗ് മേഖലയിലെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച പരിശീലനം ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സെമിനാറിലൂടെ നൽകി. IBS മാനേജിംഗ് ഡയറക്ടർ സതീഷ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജ് ഡയറക്ടർ ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു. ആയിരക്കണക്കിന് കുട്ടികളാണ് ഒരു വർഷം ഡിഗ്രി പാസ്സായി ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഡിഗ്രി പാസ്സായി ഇറങ്ങുന്ന കുട്ടികൾക്ക് ഏറ്റവും ജോലി കിട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ബാങ്കിംഗ് സെക്ടർ. അതുകൊണ്ട് ആ സെക്ടറിലേക്ക് അവരെ തയ്യാറാക്കി, അവരെ പരീക്ഷ എഴുതുന്നതിന് തയ്യാറാക്കി, അവരെ അതിൽ പരീക്ഷ എഴുതുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ വളരെയധികം കുട്ടികൾക്ക് നമ്മുടെ മേഖലയിൽ നിന്നും ഈ ഒരു രംഗത്തേക്ക് ബാങ്കിംഗ് സെക്ടറിലേക്ക് കടന്നു പോകുവാനായിട്ട് അവസരമുണ്ടാവും. IBS അക്കാഡമിക് ഡയറക്ടർ മോഹനൻ വെല്ലിത്താൻ, സുരേഷ്, മനോജ് കുമാർ, കോളേജ് പ്രിൻസിപ്പാൾ കുര്യൻ PK തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഇരട്ടയാർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച SR ഓയിൽസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടത്തി. കട്ടപ്പന നഗരസഭാ കൌൺസിലർ ലൌലി ഷാജി നറുക്കെടുപ്പ് നിർവഹിച്ചു. കട്ടപ്പന സ്വദേശി ചവർനാൽ സാബു ഒന്നാം സമ്മാനമായ 25 ലിറ്റർ ഇന്ധനത്തിന് അർഹനായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി മാരിയിൽ കൃഷ്ണനായരെയും ജനറൽ സെക്രട്ടറിയായി KP ഹസനെയും തെരഞ്ഞെടുത്തു. ചെറുതോണിയിൽ ജില്ലാ വ്യാപാര ഭവനിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അഖില ഭാരത ഹിന്ദു മഹാസഭ ഇടുക്കി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ കട്ടപ്പനയിൽ ഭൂരഹിത പ്രവർത്തക സമ്മേളനം നടക്കും. ഹിന്ദു സമാജ് മണ്ഡൽ സംസ്ഥാന ചെയർമാൻ സ്വാമി ദത്താത്രേയ സായി സ്വരൂപ്നാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വേറിട്ട പാത സ്വീകരിക്കുകയാണ് കാഞ്ചിയാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. സോപ്പ് നിർമ്മിച്ച് വിൽപ്പന നടത്തിയാണ് സഹപാഠിയുടെ മാതാവിന്റെ ചികിത്സയ്ക്കുള്ള പണം ഇവർ കണ്ടെത്തുന്നത്. കാഞ്ചിയാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകയാണ്. സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാതാവിന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ഇത്തവണ ഈ കുട്ടികൾ പണം കണ്ടെത്തുന്നത്. ഇതിനായി ഇവർ സോപ്പ് നിർമ്മിക്കുന്നു. ഇത് വിറ്റ് പണം സമ്പാദിക്കുന്നു. ഈ പണം സഹപാഠിയുടെ മാതാവിന്റെ ചികിത്സയ്ക്കായി കൈമാറും. കട്ടപ്പന മുതൽ പുളിയന്മല വരെയുള്ള സുരക്ഷാ കണ്ണാടികൾ ഞങ്ങളുടെ സ്കൂളാണ് സ്ഥാപിച്ചത്. ജനങ്ങളുടെ ക്ഷേമവും അവർക്ക് ആയിട്ടുള്ള നന്മയും മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ ആവിഷ്കരിക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന ധനം ഉപയോഗിക്കുന്നത്. ഇതിനു മുൻപും നിരവധി പേർക്ക് സഹായമെത്തിക്കാൻ ഈ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചികിത്സാ സഹായത്തിന് പുറമെ സുരക്ഷാ കണ്ണാടി, ജലസ്രോതസ്സുകളുടെ നിർമ്മാണം, സംരക്ഷണം എന്നിവയെല്ലാം നരിയമ്പാറ MMHSലെ കുട്ടികൾ മുൻകൈയെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. നന്മയെ ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഏകദേശം 3-4 വർഷമായി ഞങ്ങൾ ഈ പദ്ധതി തുടരുകയാണ്. കുട്ടികൾ തന്നെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അവധി ദിവസങ്ങളിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് സോപ്പ് ഉണ്ടാക്കുന്നു. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നു.
പഠനത്തിനപ്പുറം സമൂഹത്തെ അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. സഹജീവികളോട് കാരുണ്യമുള്ള മനസ്സ് വിദ്യാർത്ഥികൾക്കുണ്ടാകണം. സാമൂഹിക പ്രതിബദ്ധതയിൽ എന്നും തങ്ങൾ മുന്നിലാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ ഹാളിൽ നടന്ന സോപ്പ് വിപണന ഉദ്ഘാടനം സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ നിർവഹിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കട്ടപ്പന കമ്പോള വില നിലവാരം: കുരുമുളക് കിലോഗ്രാം 480 രൂപ, ഏലം കൂടി വില 970 രൂപ, ശരാശരി വില 850 രൂപ, കാപ്പിപ്പരിപ്പ് കിലോഗ്രാം 120 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്ക 32 രൂപ, റബ്ബർ 120 രൂപ. സ്വർണം വെള്ളി വിപണി: സ്വർണം ഗ്രാം 2615 രൂപ, വെള്ളി ഗ്രാം 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കാലവർഷം ദുർബലം. ഇടുക്കി അണക്കെട്ടിൽ 20% വെള്ളം മാത്രം. കേരളം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക്. നാണ്യവിളകളുടെ വിലത്തകർച്ചയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. കൃഷിയെ മാത്രം ആശ്രയിക്കുന്നവരുടെ ജീവിതം ദുരിതപൂർണം. പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇരട്ടയാർ പട്ടയ സമരസമിതി പ്രക്ഷോഭത്തിലേക്ക്. 19-ാം തീയതി കട്ടപ്പന LA ഓഫീസ് മാർച്ച്. അടിമാലി ചൂരക്കെട്ടാൻകുടിയിൽ ആദിവാസികളുടെ കൃഷികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വെട്ടിനശിപ്പിച്ചതായി പരാതി. വെട്ടിനശിപ്പിച്ചത് 40ഓളം റബ്ബർ മരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.